തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മുതലപ്പുഴയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററോളം അകലെ കണ്ണാതുറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം ലഭിച്ചത്. കാണാതായ ഷിജിനായി തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് 4-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മുതലപ്പുഴയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഫ്രീമോനും ഷിജിനും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഫ്രീമോൻ എന്ന ആളുടെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 ദിവസമായി ഇവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിന്റെയും കൂടാതെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്നിരുന്നാൽ കൂടി ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ശക്തമായ കാറ്റുണ്ട്. കൂടാതെ ഉയർന്ന തിരമാലകളുണ്ട്. ഇതൊക്കെ തന്നെ ഈ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്നാലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അയാൾക്കായുള്ള തിരച്ചിലാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉയർന്ന തിരമാലയും ശക്തമായ കാറ്റിനെയും തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് മറിഞ്ഞത്. മിനിഞ്ഞാന്ന് രാത്രി, അതായത് കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ബോട്ട് തിരയിൽപ്പെടുന്നത്. ഇതിൽ നിന്ന് 2 പേരെയാണ് കാണാതായത്. അവർക്കായിട്ടുള്ള തിരച്ചിൽ നടക്കുന്ന വേളയിലാണ് ഇന്ന് രാവിലെ ഈ ഫ്രീമോൻ എന്ന വ്യക്തിയുടെ മൃതദേഹം കരക്കിടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ശക്തമായ കാറ്റ്, മഴ ഇതൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ അതിശക്തമായ തിരച്ചിൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.